അച്ഛാ ഇത് കൊത്തിയൊക്കെ അല്ലേ മൂത്തിന് ആ നല്ലോണം മൂത്തന്നെ നല്ല കാമ്പും കിട്ടുമല്ല അല്ലേ അപ്പുറത്തെ അല്ലേ അതിലെ പിടിക്കാം അച്ഛൻ കൊത്തുവന്നാലേ അച്ഛൻ കൊത്തുവാ ഞാൻ അപ്പുറത്തെ പിടിക്കാം കഴിച്ചേക്കട്ടാ ഓ കയ്യിൽ വരെ ആയിട്ടാ ഇതൊന്ന് കൈ കിട്ടാ വെച്ചാ കൈ ഉണങ്ങിപ്പോയില്ലേ ആ കത്തി കൊണ്ടച്ചാ കത്തി എന്താ അതോടെ മുറിക്കുകയും ചെയ്തു അല്ലേ ഒന്ന് തട്ടിക്കല്ലേ മാറിക്കോ ഒരു കാമ്പ് കറിയാക്ക മോരിട നല്ല പെരക്കും ആക്കാം അല്ലേ കാമ്പ് ജ്യൂസ് അടിച്ച് കുടിച്ചതല്ലേ അച്ഛാ ജ്യൂസ് അടിച്ച് കുടിച്ചാലേ ആ മൂത്രത്തെ കല്യാണല്ലോ നല്ല ഔഷധല്ലേ നോക്കി നടക്കണേ ഇവളെവിടെ പണി ചോറ് അരി കൂട്ടിട്ട് എടാ കാമ്പ് കാമ്പ് കൊത്താൻ പോയിട്ട് എത്ര സമയമായി ഞാനിവിടെ കറിയാക്കാണ്ട് കാത്തിക്കുന്നു നടന്ന് ചത്തേലും വേണ്ട ഇതാ ഇതെന്താ ചല്ലി ഇങ്ങോട്ട് കൊണ്ടതിന് കുറച്ച് അടുത്തേക്കും കൊടുക്കാനില്ലേ മരുന്നെടുത്ത് കൊടുത്തേ മതിയാ വേണ്ടേ നിന്നാ 200 കഷ്ണം എടുത്തോ കാമ്പ എങ്ങനെ കറിയാക്കുന്നത് അന്ന് വെച്ച പോലെ വെച്ചോട്ടാ ആ തേങ്ങാപ്പാലിൽ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയത് ഞാൻ അങ്ങനെ വെക്കാൻ തന്നെ വിചാരിച്ചിന് അതുപോലെ തന്നെ വെക്കുന്ന അങ്ങനല്ല അതാ നമ്മുടെ കാമ്പ് കറി ഉണ്ടാക്കാനുള്ള ഏർപ്പാടിലാണ് അല്ലേ അപ്പൊ തീയെല്ലാം കത്തിച്ചിട്ടുണ്ട്
അപ്പൊ നമുക്ക് നോക്കേ. അപ്പൊ നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ട്. നല്ല കാറ്റുണ്ട് അല്ലേ? ചൂടില്ല കേട്ടോ അതുകൊണ്ട് അല്ലേ? അപ്പൊ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സവാള, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി, അതുപോലെ നമ്മുടെ മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, തേങ്ങാപ്പാല്, വെളിച്ചെണ്ണ, അപ്പുറം നമ്മുടെ കരിയാമ്പിൽ കാമ്പും ഉണ്ട്. അപ്പൊ ചട്ടി ചൂടായ നമ്മുടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ആദ്യം വെളുത്തുള്ളി അല്ലേ? ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ സവാള, ഒരു വലിയ സവാള അല്ലേ? അടുത്ത നമ്മുടെ പച്ചമുളക് ഇടുന്നുണ്ട്. നമ്മുടെ കറിവേപ്പില, കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം വയറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയെ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ മസാലയെല്ലാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ച കാമ്പ് അല്ലേ? എല്ലാം നമ്മുടെ മസാലയിലൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ചൂടുവെള്ളം അല്ലേ? ഇനി നമ്മുടെ കാമ്പലൊന്ന് വേവിട്ടെ. അടച്ചു നോക്കാം അല്ലേ? കുറച്ചും കൂടി തീ കത്തിച്ചു. ഓ, അച്ഛൻ കറിവേപ്പിലായി വരുന്നുണ്ട്. അച്ഛൻ കറിവേപ്പില കിട്ടീനി. കറിവേപ്പില കിട്ടീനി. ആ എന്നാ കൊണ്ടാ കറിയാവട്ടെ. വന്നിട്ടുണ്ടാവുക കാമ്പ് നോക്കറാ. എന്തിനാ കാമ്പ്? എന്തിനാ അച്ഛനോടത്തൊക്കെ ചെറിയ വന്നില്ല കാമ്പ്? വന്നിട്ടല്ല വന്നത്ര തിരക്കാക്കല്ല. വന്നിനാച്ചാ വന്നിട്ട കുറച്ചും കൂടെ വേവുണ്ട് കേട്ടാ. വേവട്ടെ. ഉപ്പ് കുറവാ? എന്നാ പിന്നെ കുറച്ച് ഉപ്പിടുക. അങ്ങനെ നമ്മുടെ കാമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഇതിലേക്ക് എന്താണ്? തേങ്ങാപ്പാൽ കേട്ടാ. അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ നമ്മുടെ കറി ചെറുങ്ങനെ തിളവരാൻ തുടങ്ങിയിട്ടുണ്ട്. അധികം തിളവരണ്ട. തേങ്ങാപ്പാൽ വെച്ചുകൊണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ടുവേ. എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത നമ്മുടെ കാമ്പ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അച്ഛാ കറിയെടുത്തോ. ആ കട്ടിയുണ്ട് അല്ലേ? അപ്പൊ നമ്മുടെ കറി അച്ഛനും അമ്മക്കും ആദ്യം കൊടുക്കേ. കുറച്ച് മതി കുഞ്ഞെന്നെല്ലാം പറയുന്നുണ്ട് അച്ഛൻ. എന്നാ കൊടുത്ത ഓക്കെ. ഉള്ളുന്നുണ്ടാ? ആടെന്നാ കറിയാക്കിന്ന് വെച്ചാ സാമ്പാറാ? ഇന്നവിടെ ഏർത്തിയുണ്ട്, അതുകൊണ്ട് സാമ്പാറിന് വെച്ചിട്ടുണ്ട്.
എന്നാ കൊണ്ടുതരണ എന്നാ പതിനേക്ക് നടന്നോ, പതിനേക്ക് നടന്നോ എന്നാല്. അങ്ങനെ ഇന്നത്തെ ചോറ് വയ്ക്കലേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചാൽ നമ്മുടെ കാമ്പ് കറി. കുറച്ച് ചാറിയിലേക്ക് വെച്ച് ചോറിലേക്ക് മതി. നമ്മുടെ കൈപ്പക്ക വറവുണ്ടേ, കൈപ്പക്ക വറവുകൊണ്ട് നമ്മുടെ ഇന്നലത്തെ മത്തിയുടെ 2-3 കഷ്ണമുണ്ട്, കുറച്ച് കതിരം 2-3 കതിരം വറുത്തതുമുണ്ടേ. കഴിക്കാം. ആദ്യം നമ്മുടെ കാമ്പ് കറി നോക്കട്ടെ. നല്ല കറിയാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ രുചിയും നമ്മുടെ മസാലയും കാമ്പും എല്ലാം ആകുമ്പോഴല്ല എരിവുണ്ട് കേട്ടോ ഈ കറിക്ക്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് കറിയിൽ നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കതിരൻ നമ്മളെ ഇങ്ങോട്ട് ഉണക്കസ്രാവിൻ്റെ കതിരൻ എന്ന് പറയുന്നു കേട്ടോ, ഉണക്കസ്രാവ്. അപ്പോൾ ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ, അല്ലാതെ കഴിക്കണം കേട്ടോ.